നല്ലൊരു വ്യത്യസ്ത ഇനം പോത്താണിത്. നല്ല കൊമ്പിൽക്കൊക്കെ ഉള്ള നല്ല വാൾക്കൊമ്പൻ. എന്താ കൊമ്പ് കാണാൻ രസം. എന്നിട്ട് കയറ്റി കെട്ട്, എന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, അതിൻ്റെ മഹിമകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നമ്മളിപ്പോൾ കുളത്തിൻ്റെ ഭാഗത്താണ് ഉള്ളത്. കുളം ഫുള്ളായി നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇതാ പോത്തിന്റെ കണ്ണ് നോക്കി, ഒരു പ്രത്യേക കണ്ണാ, വെള്ളാരം കണ്ണ് എന്നൊക്കെ പറയും. ഇത് പിറവിയിലുള്ള ഇത് പിറവിയിലുള്ള അത്രേ. അത് ശരി, കണ്ണിന്. ഇത് ഒറിജിനൽ ആട്ടാ. പിന്നെ വേറെ കാര്യമുണ്ട്, പോത്ത് 2 ഷൂ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അത് 2 പിന്നെ കാൽമലാണ് ഇട്ടുള്ളത്. കയ്യുമ്മിടാൻ മറന്നിക്കണ്. 2 സോക്സാണ്. നല്ല ചന്തള്ള പോത്താ. വാലൊക്കെ നമുക്ക് നോക്കി. പോത്തിന്റെ വാല് കണ്ടോളി, വാലും കുളമ്പൊക്കെ ഒരേ മോഡലാ. ഇതാ കാണണ്ട പോത്തളാണ് മക്കളെ. നല്ല ഹൈറ്റും വെയിറ്റും പക്കുകാനൊക്കെ ഉള്ളത്. ഈ വാല് എന്താ, വാല് നല്ല പവറാണല്ലേ. നല്ല ചന്തള്ള പോത്ത. ഇത് നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ പോത്തുകളെ കണ്ടിട്ടുള്ളത്. കളർ മാറ്റാം. ഇതങ്ങനൊക്കെ കുളമ്പ് നോക്കി, കുളമ്പ് നോക്കി, പോത്തിന്റെ കുളമ്പുകൾ നോക്കി. എന്താ കുളമ്പ്. ഇതിന് കൊടുക്കണം പൈസ, ഇതിന് കൊടുക്കണം പൈസ. 2 കുളമ്പാണ് ഈ കാണുന്നത്. ഇതാ പിന്നെ കൊമ്പ് എന്ന് പറഞ്ഞാ ഒന്നും പറയാനില്ല. എന്താ ഈ പോത്തിനെ പറ്റിട്ട് പറയാനുള്ളത്? എന്താ ഈ പോത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു 10-200 കിലോ ഉള്ള ഒരു പോത്താണ്. പിന്നെ കാലിന്റെ ഇത് ഇപ്പൊ കാണിച്ചു കൊടുത്തില്ലേ, നല്ല ചന്ത കാല് കാണിച്ചു കൊടുത്തില്ലേ. അപ്പൊ ഒരു 4 മാസം 5 മാസം നിർത്തിയ പോത്ത് ഒരു 300 കിലോ കയറും. 300 കിലോ. ഇത് 100 കിലോ കയറിയ ഈ കളറും ഈ ഭംഗിയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നൊരു ഇതിനെ ഉറപ്പായാലും മേടിച്ചോണ്ടോ. പിന്നെ 4 മാസം നിർത്തിയാല് കണ്ണ് കണ്ണിന് അതൊരു വെള്ളിക്കണ്ണ് പറയും. അതൊരു ഫോമാണ്. ചില കണ്ണുകൾക്ക് ഇങ്ങനെ വരുന്നതാണ് വെള്ളിക്കണ്ണ്. വിലപിടിപ്പുള്ള കണ്ണാണ്. വിലപിടിപ്പുള്ള കണ്ണാണ്. ഞമ്മക്ക് വെക്കണമെങ്കിൽ 1 ലക്ഷം റുപ്യ വരെ വരും. അത് ശരി, നമുക്ക് ഈ കണ്ണ് വെക്കാൻ 1 ലക്ഷം റുപ്യ വില വരും. അത് ശരി. എന്താ കൊമ്പ്, എന്താണ് കൊമ്പ്. കൊമ്പിന് കൊടുക്കണം പൈസ. കൊമ്പിന് കൊടുക്കണം. ഇത് കൊമ്പ് മിനുസാക്കിയിട്ടൊന്നുമില്ല. ഇതൊന്നും അരച്ച് മിനുസാക്കാനൊക്കെ ഉണ്ട്. ഇതൊന്ന് മിനുസാക്കി ഒന്ന് ക്ലിയർ ആക്കാനോ പക്കങ്കനോ ചന്തിക്കനോ. ഒന്നും പറയാനില്ല. ഈ കഴുത്തൊക്കെ ഉണ്ടല്ലോ, കൗത്തൊക്കെ ഉണ്ടല്ലോ. എന്താണ് മാത്രം 50 കിലോ കയറും. കൗത്തിന് 50 കിലോ കിട്ടും. 50 കിലോ കയറും. നെറ്റത്ത് ഒരു ഭംഗിയുള്ള കളർ, ഒരു ചുട്ടിണ്ട്. ചിലര് ഈ നെറ്റത്ത് കളർ ഉണ്ടായ പോത്ത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകണാണ്. അതെന്താ ഏത് പോത്തിനെ എന്നിട്ട് അങ്ങനെ നമ്മൾ ഇറക്കാതെ നിർത്തിയുള്ളത്, കണ്ട് ഒഴിവാക്കിയുള്ളത്. അതൊക്കെ വെറുതെ അതൊക്കെ ഓരോ ചന്തങ്ങളാണ് പോത്തിന്. നല്ല ഐറ്റിക്കുള്ള കൊടുക്കുന്ന ചന്തങ്ങളല്ലേ നമ്മളെ പറിച്ചോൻ തരുന്ന ഷേപ്പുകളാണ് ഓരോന്നിന്. അല്ല ഇനിയിപ്പോ വലിയ അസുഖമുള്ള മക്കളുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കില്ല. ഇറച്ചി കയറാനുള്ളതാണ്. അത് ശരി. ഒരു 5 മാസം നിർത്തിയതൊക്കെ 300 കിലോ. എന്താണ് ഈ ചങ്ങായിക്ക് എവിടുന്ന അതൊക്കെ കിട്ടണാവോ? നല്ല പൗറം പോത്തകളാണ്. വാലി എന്താണിത്. അതിന്റെ കളറിന് കൊടുക്കണം പൈസ. അതിന്റെ ശിവൻകുട്ടിയേ എല്ലാത്ത ആദ്യം കൊമ്പ് കണ്ടോളി. കൊമ്പും താലി. ഇത് എവിടെ കൊണ്ടുപോയി കെട്ടിക്കൊടുത്താലും ഇത് പോത്താണെന്ന് പറയും ചെയ്യും. കൊമ്പിന് ഒരു 1.5 ഏത് പുല്ലും തിന്നും, കാന്തി വലിച്ചോണ്ട് തിന്നും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളൂ. ഈ പോത്തിനെ കൊടുക്കാനുള്ളതാണ്. ഇനി അത് മറക്കണ്ട. സേട്ടു സാഹിബ് ഇവിടെ ബാക്കിൽ കയ്യും കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ആർക്കും കൊണ്ട എന്താണ് വലിച്ചു നീളു. അതൊക്കെ കയറാനുള്ളതാണ് ഇറച്ചി അല്ലേ. നമ്മളെ കൊളാണ് ഈ കാണുന്നത്. അവിടെ നിന്നോ. അപ്പോ ഇതിപ്പോ ഞമ്മക്ക് എത്ര കിട്ടിയാ നമുക്ക് അവിടെ കൊടുക്ക.
അത് പറഞ്ഞെടുക്ക് ഹസനെ ഒരു 70,000 റുപ്യ കിട്ടിയ ആ 70,000 റുപ്യ കിട്ടിയാ അത് കൊടുക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്തോളൂ. ആ ആ എന്തേലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. നല്ല ഭംഗിയുള്ള പോത്താണ്. ആ തന്നെ ചെറിയ ലാഭ. താട കിടക്കുന്നുണ്ട് ആ അതൊക്കെ